ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ദ ബേബി ഇൻ യെല്ലോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. എന്താ നൈറ്റ് 1 ആയെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, നൈറ്റ് 1 ആയെന്ന് തോന്നുന്നു. എന്താ ഇത് നൈറ്റ് 1 ഇതൊന്നുമില്ലായിരുന്നു, അപ്പോൾ നൈറ്റ് 1 ഒന്നുമില്ല. എൻ്റെ സെൻസിറ്റിവിറ്റി കുറച്ച് കൂടിപ്പോയി, കുറച്ചുകൂടെ ഒന്ന് കുറച്ച് വെക്കാം. ഇതാണ് നമ്മുടെ ശരിക്കും സെൻസിറ്റിവിറ്റി. ഓ കാര്യമല്ല കേട്ടോ. ബോട്ടിൽ കൊടുക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ബോട്ടിലൊന്നും എടുക്കാം. ഇതെങ്ങാനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി വെച്ചാൽ അതുകൊണ്ട് അതെന്താ നൈറ്റ് 1 തന്നെയാണ് എഴുതി കിടക്കുന്നത് ഗൈസ്. ആ ബോട്ടിലെടുത്തൊന്ന് കൊടുക്കാം. ചേഞ്ചിങ് ടേബിളിലോട്ട് കൊണ്ടുപോകാം. എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. നമ്മൾ തിരിച്ച് നൈറ്റ് 1 തന്നെ തോന്നുന്നുണ്ട്. അവിടെ തന്നെ വെക്കണം. നിങ്ങൾ ഇനി പോയാ ബാബാനെ നീ അവിടെ തന്നെ എത്തി ചെയ്യും. ടേക്ക് ബേബി ടു ബെഡ്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. നമുക്ക് ഇത് വായിച്ചു കൊടുക്കണം. ഹലോ ഇത് ഒന്നാമത്തെ രാത്രി തന്നെയാണ്. എന്താ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെയെങ്കിലൊക്കെ റെഡി ആക്കേണ്ടിയിരിക്കും. ഞാൻ റെഡി ആക്കിയിട്ട് കാണാം. അപ്പോൾ എന്താ പറയുക, സെറ്റിൽ ബേബി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ടി വി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാ ആ കുട്ടി ഇപ്പോൾ പോയി ഉണ്ടാവും. എനിക്കറിയായിരുന്നു. ആ വാതിൽ തുറന്ന് ഒച്ച കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടാകുന്നു. ഗൈസ് ചേച്ചി എന്നെ ബെഡ് തന്നെ കൊണ്ടുപോവാ. അങ്ങോട്ടോ ഗൈസ് നമുക്ക് ഇതിനെ തിരിച്ചൊന്ന് ബെഡ് കൊണ്ടുപോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ നൈറ്റ് 3-ലെത്തിയെന്ന് തോന്നുന്നു. അവിടെ അപ്പോഴത്തേക്കും ബേബിനെ സെറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കര ജലദോഷമാണ് എനിക്ക് ഗൈസ്. ഈ കുട്ടി എന്താണെങ്കിലും അങ്ങോട്ട് ചെയ്താണല്ലോ. ഇതിനടുത്ത് കളയും ഞാൻ പുറത്തോട്ട് വിടത്തില്ല. എന്താ ഒരു ചീസ് ടോസ്റ്റ് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കാം. നൈറ്റ് 3-ലാണ് ഇത് നമ്മൾ കളിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയം. നമ്മൾ കളിച്ചിട്ടുണ്ട് സാറില്ല. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കളിച്ചിട്ട് വേണ്ട എന്തായാലും പൊട്ടിത്തെറിക്കാനുള്ള നമ്മൾ കണ്ടല്ലേ, എനിക്കറിയാം. എന്തായാലും പൊട്ടിത്തെറിക്കാനുള്ളതാണ്. മാറി നിന്നേക്കാം എന്തായാലും മാറി നിന്നാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും. കുട്ടിക്ക് പാൽ കൊടുക്കട്ടെ അല്ലെങ്കിൽ കുട്ടി കരഞ്ഞ് ചാവും. വാതിലടക്കരുത്. കുട്ടിക്ക് ഭ്രാന്ത്. കുട്ടി വാതിൽ അടച്ചടഞ്ഞ്. എവിടെ ഈ വാതിൽ എവിടെയാണ് എന്തോ. ഇതാ ഇവിടെ 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 ഒരു വാതിലുണ്ട്. നേരെ അങ്ങനെ പോകണം. എന്തോ ഇതിൻ്റെ കണ്ണുക്കടാ. എന്നെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ എങ്ങാനും കാണിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വട്ടാണിത് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും എന്തോ ചെല്ലൊക്കെ പൊട്ടിച്ചെന്ന് തോന്നുന്നു. നമുക്ക് അതിനടുത്ത് ഇങ്ങോട്ടിടാം. അവിടെ അടങ്ങി എഴുന്നോളി. നിന്നെ ഞാൻ കൊല്ലില്ലെങ്കിൽ. എനിക്കറിയാം അങ്ങോട്ട് പോകുമ്പോൾ ആദ്യമിങ്ങനെ എന്തൊക്കെയോ സാത്താൻ്റെ കളി കളിക്കും. കണ്ടു ഞാൻ പറഞ്ഞല്ലേ. എന്തൊക്കെയോ പാരിങ്കുപ്പികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഈ ഉണ്ടാക്കിയ ആളെ ആദ്യം തല്ലണം. ഇതെന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ എമർജൻസി ഗ്ലാസ് അപ്സ്റ്റെയർ. അതെന്താണെന്നറിയോ? പോളെ എന്ത് സ്കേരി മ്യൂസിക്കാണ്. എടുത്ത് എന്താണ് കുട്ടീനെ തൊള്ളാക്കി കയറ്റണം. കുട്ടി
ആ കുട്ടി അവിടെ അടങ്ങിയിരുന്നാ മതി. ഇവിടെ ഒന്നും നടക്കത്തില്ല അത്. ബെഡ്റൂം കൊണ്ടുപോട്ടെ. ഇനി എനിക്കറിയാം ഇത് നമ്മൾ കളിച്ചായതുകൊണ്ട് എനിക്കറിയാം. ഹലോ കുട്ടി, കഥ വായിച്ചെടുക്കണം ഗൈസ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. കുട്ടി അങ്ങോട്ട് കിടക്ക്. ഓ പുഷി എവിടെ? ഇതായിരിക്കും. ഇതുമില്ലേ? അല്ല പക്ഷെ എനിക്ക് ഓർമ്മല്ല നമ്മൾ ഈ റൗണ്ട് കളിച്ചിട്ടുണ്ടോന്ന്. ഏകദേശമൊക്കെ ഒരു ഓർമ്മ ഇങ്ങനെ ഉണ്ട്. ഞാൻ ഇതിനു മുമ്പും കളിച്ചോന്ന് ഒരു സംശയം. പക്ഷെ അത്ര ഓർമ്മയില്ല ഞാൻ കളിച്ചോ ഇല്ലേന്നു. ഓ റീഡിങ് ചെയർ വായിച്ചു കൊടുക്കാൻ. എല്ലാം കൂടെ വായിച്ചു കൊടുക്കാം. ഓ ഗൈസ് നമ്മക്ക് എന്താടാ ഇത്ര നേരം സ്റ്റോറി ഇട്ടിക്കുന്നേ? കുട്ടീനെടുത്ത് അങ്ങ് കൊന്നൂടെ? ഗുഡ് നൈറ്റ്. ഇത്രയൊക്കെ ചെയ്തിട്ട് ഗുഡ് നൈറ്റ് വരും. അയ്യോ എവിടെ തന്ത്രം മാറാത്തയാണോ? മാറി. ഇനി ഗൈസ് നമ്മളെ ബാക്കി കളിക്കാം ഗൈസ്. റെസ്റ്റ് സ്റ്റാർട്ട്. അയ്യോ ഇത് നൈറ്റ് 1 ആണ് ഗൈസ്. ചാപ്റ്റർ സെലക്ട് പിക്മാൻ ആണ് ഗൈസ് കളിക്കണ്ടേ. നോ നൈറ്റ് 3. ഇതെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ശരിയാക്കണം നമുക്ക്. ഇതെങ്ങനെയാണെന്നറിയില്ല ശരിയാക്കണ്ടേ. സെലക്ട് എന്താ അങ്ങനെ ഇതെന്താ സംഭവം? നമുക്ക് ചാപ്റ്റർ സെലക്ട് പോയിട്ട് 3 ആക്കിയിട്ട് വീണ്ടും കളിക്കാം ഗൈസ്. വീണ്ടും കളിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ഞാൻ എന്താണ് എങ്ങനെയൊക്കെയോ ആയിരിക്കുന്നത് എന്താണ് മറ്റേ റൗണ്ടിലെത്തി ഗൈസ്. അപ്പോൾ നമ്മൾ കളി ഇങ്ങോട്ട് തുടങ്ങിയേക്കാം. അപ്പോൾ തന്നെ നമ്മൾ ലിഫ്റ്റിലാണ് ഇപ്പോഴും. മുകളിലെന്തുണ്ട്? ലൈറ്റ്. ഇവിടുന്നൊക്കെ തീപ്പൊരി വരുന്നു. അയ്യോ ഭയങ്കര അപകടമാണ് ഇപ്പോൾ. എന്താ എങ്ങോട്ടാ പോകേണ്ടതെന്ന് പറഞ്ഞു. ഫോളോ ദ വൈറ്റ് റാബിറ്റ് എവിടെ? ഇനി ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഒരു റാബിറ്റിൻ്റെ ഇവിടെ ഒരു ചിഹ്നമുണ്ട്. പക്ഷെ ഇവിടെ ലോക്കാണ്. ഇനി അങ്ങോട്ടിരിക്കും. ഇല്ല താഴോട്ടൊരു വഴിയുണ്ട്. ഇവിടെയാണോ? ഇല്ല ഗൈസ് ഇവിടെ ഇത് ലോക്ക. ഇതാണ് ഇവിടെ ഒരു ഗൈസ് കുട്ടി കള്ളം കുട്ടി. അൺലോക്ക് ഡോറ് ടു എലിവേറ്റർ. ക്യാച്ച് ദ അൺലോക്ക് ഡോർ ടു എലിവേറ്റർ. എലിവേറ്ററിലോട്ട് പോകണമായിരിക്കും. എലിവേറ്റർ ഇവിടെ തന്നല്ലേ? ഇതാണെന്നാ തോന്നുന്നു എലിവേറ്റർ. കോൾ എലിവേറ്റർ. എന്ത്? എലിവേറ്റർ അല്ലെങ്കിൽ പൊട്ടിക്കിടക്കാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് ക്യാച്ച് ബേബി. എടാ കുഞ്ഞ ഇങ്ങോട്ട് വാടാ. കുട്ടീനെ എങ്ങനെ എടുക്കും? കുട്ടി ടി വി ആണെന്നില്ല. ഇവിടെ ലൈസ് ഇതെന്താ സംഭവം? എന്താണ് പിക്കപ്പ് പിയാനോ മ്യൂസിക്? എന്തോ ഒരു സംഭവമാണ് ഇത് വെച്ച്.
ഗൈസ് അവിടെ ഒരു പിയാനോ ഉണ്ട്. ഇത് ചിലപ്പോൾ ഫുള്ളാക്കാനായിരിക്കും. കാച്ച് ദ ബേബി ഫെയിൽഡ്. പ്ലേ ദ പിയാനോ. പ്ലേ ദ പിയാനോ. ഇല്ല ഗൈസ് ഒന്നില്ല, അത് ഫുള്ളാണായിരിക്കും. അത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. ബാക്കിയുള്ളതൊക്കെ അതാ ഗൈസ്. സോള് ഇതെടുത്തേക്കാം. എവിടെ 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 ആ എവിടെ ഗൈസ്? എവിടെ എവിടെ ഇവിടെ എവിടെയും കാണുന്നില്ല ഗൈസ്. ഇവിടെ ഉണ്ട്. ഇത് അതന്നെ ഇരിക്കും. അതേ പേപ്പർ തന്നെയാണ് ഗൈസ്. ഇതാ മറ്റേ പേപ്പറും ഇല്ല ഗൈസ്. ഇത് അതില്ലാന്ന് തോന്നുന്നു. ഇതതില്ല. വേറെന്താണ്? അപ്പോൾ ഇനി മറ്റേതും കൂടെ കണ്ടുപിടിക്കണം. ഇതാ ഗൈസ് ഇവിടെ. ഇതും കിട്ടി. ദ കിങ്സ് ലുല്ലാബി. നമുക്ക് ഇതാ ഗൈസ് കുട്ടി നിൽക്കുന്നത്. ഇതാ കുട്ടി അവിടെ ഉണ്ട്. കുട്ടി ചിരിക്കുന്നുണ്ട്. കുട്ടിക്ക് ഇത്രയും നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. ഇതാ കുട്ടി. ആ കുട്ടീനെ എടുക്കട്ടെ. ഈസ് ദാറ്റ് എ സ്വിച്ച്? ആ അതാ ഇവിടെ ഒരു സ്വിച്ച്. ഓ ഗൈസ് അതുകൊണ്ടാണ് ഈ ക്രൗച്ചിൻ്റെ ഒക്കെ സംഭവം വന്നിരിക്കുന്നത്. ഇല്ല വന്നിരിക്കുന്നതല്ല ഉള്ളത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഓ നമ്മൾ വേറെ ഒരു സ്ഥലത്തെത്തി. എന്താ? ലിസൺ ടു വേക്കൻസ് റെക്കോർഡ്. നമുക്കടുത്ത് അങ്ങോട്ട് വെക്കണേ. ഇല്ല ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കണോ? ഇല്ല. ഒരു മിനിറ്റ്. അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ കണ്ടത്. അതിനിപ്പോൾ അയ്യോ ഞാൻ പേടിച്ച്. ഞാൻ കുറേ പേടിക്കാണ്ട്. ഓ എവിടെ ആ സാധനം? എവിടെ ഇതാ ഈ സാധനത്തിലായിരിക്കും. അതെടുത്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാം. ആ കുട്ടിക്ക് പ്രാന്തളക്കുന്നതിന് മുമ്പ് നമുക്ക് പോയി എവിടാണ് ഗീസ്? ഓ തുറന്നു. ഇത് വർക്കാവുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം ഗീസ്. ഡാം പവർ ഈസ് ഔട്ട്. ഇനി പവർ എവിടെ നിന്ന് കിട്ടുമെന്തോ. നമുക്ക് ഇതിൽ കൂടി തന്നെ പോയാൽ കിട്ടുമായിരിക്കും. എവിടെയാണ് എന്തോ പവറുള്ളത്? ഇതാ ഇവിടെ എന്തോ സ്ഥലമുണ്ട്. മാച്ചിങ് കീ. ഇനി അതെവിടെ നിന്ന് കിട്ടുമെന്തോ. അത് തുറക്കാനുള്ള കീ നമ്മളിലില്ല. എവിടെ ഇവിടെ മാറ്റിന് ചവിട്ടിന് താഴെത്തുണ്ടെങ്കിലോ. ഇത് പവറിൻ്റെ ചിഹ്നല്ലേ? ഇതാ. ഓ സോൾ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെന്തൊന്നും മനസ്സിലാവുന്നില്ല. നോ പവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ലേസ് ഓപ്പൺ. എന്താ ഫ്യൂസ് ബോക്സ് ഇതെന്താണെന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ അതെന്താ സാധനം ഒരു പിടിയും കിട്ടുന്നില്ല. ഇവിടെ മുകളിലതാന്നല്ലേ എഴുതി കിടക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റ് ദ ഫ്യൂസ് ബോക്സ്. ഓ ഭയങ്കര ജലദോഷമാണ് ഗൈസ്. ഫ്യൂസ് ഇതില്ലേ? ഇത് അടച്ചിട്ടേക്കാം. ഇതിനകത്തുണ്ടാവുമോ? ഇതില്ലേ ഫ്യൂസ്? ഇതാണ്. അങ്ങനെ കറണ്ട്
എന്താന്ന് റീസ്റ്റോർ ദ പവർ എലിവേറ്റർ. റീസ്റ്റോർ പവർ ടു ദ എലിവേറ്റർ. ടേക്ക് ദ ഫ്യൂസ്. ഇതും എടുത്തിടാനായിരിക്കും ഗൈസ്. ഇല്ല ഇത് എടുത്തിടാനില്ല. ഇവിടെ ഉണ്ട് ഗൈസ് ബ്ലൂ കളറ്. ഇതിലേക്കും എടുത്തിടാം. അതാ ഈ കുട്ടീൻ്റെ അടുത്ത് എവിടെ കളയും ഗൈസ്? എവിടെയെങ്കിലൊക്കെ അടുത്ത് ഈ കുട്ടീനെ കളയേണ്ടി വരും. അൺലോക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അടിച്ചെടുക്കാം ഗൈസ്. ഇതെങ്ങനെയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. 2025 അടിച്ചെടുക്കാം. ഇല്ലേ ഒന്നും മനസ്സിലാവുന്നില്ല. അയ്യോ എന്താ കുട്ടിങ്ങനെ? കുട്ടീനെ പൈന് ഉണ്ടാവോ? എൻ്റെ ഈ കുട്ടീനെ എടുത്ത് കളയട്ടോ. അടുത്ത സാധനം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാ 43 43 17 43 17 4 4 13 17 തുറന്ന് അകത്തോട്ട് കൊണ്ടുവരും. ഇവിടെയൊക്കെ എന്താ കുട്ടീൻ്റെ അടുത്ത് എറിയണോ? നമുക്ക് കുട്ടീൻ്റെ അടുത്ത് അങ്ങോട്ട് എറിയാം. അയ്യോ കുട്ടി ചിരിക്കുന്നുണ്ടോ? പ്രാന്തനെ പോലെ ചിരിക്കുന്നു. മറ്റേ പിങ്ക് കളർ ഫ്യൂസാണെന്ന് നമുക്ക് ആ പിങ്ക് കളർ അല്ല പിങ്കില്ല ആ പിങ്കല്ലേ ആ ഫ്യൂസ് എവിടെയാന്ന് കാണുന്നില്ല. അപ്പോൾ നമ്മളെ ലിഫ്റ്റ് ഇപ്പോൾ വർക്കാവുന്നുണ്ടാവും. ഓപ്പൺ ചെയ്യട്ടെ. അത്ര സേഫ് ഇല്ല. കുട്ടി ഇപ്പോൾ വന്നിട്ടുണ്ട്. വർക്ക് നോ എസ്കേപ്പ്. ഇനി എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അപകടത്തിലാണ് ഗൈസ്. നോ എസ്കേപ്പ്. നമുക്ക് മുമ്പോട്ട് ഒന്ന് പോയിക്കൊണ്ട് നിൽക്കാം. എലിവേറ്റർ അവിടെയാണ് എന്തോ. എലിവേറ്ററും കാണുന്നില്ല. ഇതൊരു കഷ്ടമായി പോയി. ഇവിടെ തീരും കേട്ടോ. ലേസ് ഒന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ഇത് ആ കുട്ടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒന്നും ഒരു വഴിയുമില്ല. അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടേക്കാം. ഒന്നും പേടിക്കണ്ട ഗൈസ്. വർക്കിംഗ് ആണ്. കഴിഞ്ഞ് കഥ കഴിഞ്ഞ്. അയ്യോ അഡ്വഞ്ചർ അയ്യോ. ഗൈസ് നമുക്ക് വീണ്ടും നിങ്ങളൊക്കെ ചെയ്യേണ്ടി. ഇങ്ങോട്ടായിരിക്കും ഗൈസ്. അയ്യോ അങ്ങോട്ടല്ലേ ഗൈസ്. ഇതെന്ത് കുട്ടിയാണ് ഇത്? വെറും കുട്ടിയില്ല. ഈ വേറെ അങ്ങോട്ടും വഴിയുമില്ല. ഇല്ല വഴിയില്ല. ഗൈസ് ഈ സാധനം വരുമ്പോൾ ഒരു വഴിയുണ്ടോ? ഇതിവിടെ വഴിയുണ്ടോ? ഇല്ല ഇവിടെ ഇല്ല.
ഞാൻ പോയി തീർന്നു. എവിടേക്കാ ഇവിടെ ഇങ്ങോട്ടും പോയി ഇല്ല, അവിടെ കഴിയില്ല. ഇല്ല ആക്കിയെടുത്ത് മറ്റേ കീയുടെ യെല്ലോ കളർ റെക്റ്റാങ്കിൾ കീ അതിവിടെ ഉണ്ടോ? യെല്ലോ കളർ റെക്റ്റാങ്കിൾ ലൈസ് പോയി. പക്ഷെ ആ സാധനത്തിന് കുറച്ചുകൂടി നേരം ഉണ്ടായിരുന്നു കേട്ടോ. പോട്ടെ തോറ്റു കൊടുക്കത്തില്ല നമ്മൾ തോറ്റു കൊടുക്കത്തില്ല. ഇത്രയായിട്ട് ഇനി തോറ്റു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതാണ് തന്നെ നീ ആയിരിക്കുന്നു ഒറ്റയ്ക്ക് ലോക്ക് അൺലോക്ക് അൺപോക്കിയത്. അയ്യോ രക്ഷപ്പെട്ട്. ഞാൻ ആദ്യം വിചാരിച്ച അത്ര പേടിക്കാനില്ലാത്ത ഗെയിമാണെന്ന്. പക്ഷെ പിന്നെ എസ്കേപ്പ് ചെയ്യാനായപ്പോൾ ഭയങ്കര പാടും. പിന്നെ എവിടെ കൂടി ഇങ്ങനെ ചാടി വരുന്ന ജംപ് സ്കെയർക്കല്ലേ അതേപോലെയൊക്കെ വരാൻ തുടങ്ങി. ഭയങ്കര ലോഡിങ് ആണ്. ഇപ്പോൾ ഇനി എന്താണ് വരുന്നത് എങ്ങനെയൊക്കെയോ ഞാൻ എസ്കേപ്പ് ചെയ്തെന്ന് തോന്നുന്നു. വേറൊന്നും ഇല്ലായിരിക്കും എന്തായാലും. ഭയങ്കര ലോഡിങ്. അപ്പോൾ നമ്മൾ ആ വഴി എത്തിയിരിക്കുന്നു. ഇവിടെ നല്ലൊരു ദിവസം തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ദിവസം. അപ്പോൾ നമുക്കൊരു ട്രെയിൻ എടുക്കാം. എല്ലാം കൂടെ അങ്ങോട്ട് എടുക്ക്. എല്ലാം എടുക്ക്. ക്ലീൻ അപ്പ് ടോയ്സ്. എല്ലാം എടുക്കട്ടെ. ഇവിടെ നല്ല ദിവസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണെന്തോ എന്തുണ്ട് ഇതെന്താണ് ഒന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് അല്ലേ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. എല്ലാം മാറിയോരെ. കുട്ടി ഡാൻസൊക്കെ കളിക്കായിരുന്നു. ചേച്ചിങ് ടേബിളിലോട്ടുണ്ട്. ഇതെടുത്ത് കൊടുക്കാൻ അറിയുന്നു. ഡാൻസ് കളിക്കുന്നത്. അയ്യോ എക്സിറ്റോ വീണ്ടും വന്നോ എക്സിറ്റ്. അയ്യോ ഗായ്സ് നമ്മൾ ചത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞെന്ന് തോന്നുന്നു. കഴിഞ്ഞില്ലേ എക്സിറ്റ് വീണ്ടും ഉണ്ട്. നമ്മൾ വീണ്ടും അതേ സ്ഥലത്ത് നിന്ന് തുടങ്ങി തോന്നുന്നു. നമ്മൾ ഇങ്ങനെ ഇല്ലായിരിക്കാം. പക്ഷേ ഇത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇടുന്നോ അതിൻ്റെ അന്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത പാർട്ട് ചെയ്യാം. എന്തായാലും ഗൈസ് ഇവിടെ ഉണ്ട് കുറച്ച് കീ ഉണ്ട്. എന്തോ ഒന്നുണ്ട് ഇവിടെ. എന്തോ ഒന്ന് നടക്കുന്നുണ്ട്. ഇവിടെ ലിഫ്റ്റ്
നേരെ ലെഫ്റ്റിലോട്ടില്ലായിരുന്നു ഗൈസ്. ഇനി മേൾഭാഗം എന്തെങ്കിലും ആയെന്ന് പറഞ്ഞൂടാ. ഗൈസ് ഇവിടെയായി. ആ ഗൈസ് എന്തൊക്കെയോ ലോക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് അതിൻ്റെ പേര് ടാറ്റ ബൈ ബൈ സീ യു.